ക്ഷമിഷയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 8ാം ക്ലാസ്സിലെ സൺഡേ കാറ്റിസം ഇന്നത്തെ എക്സാമിൻ്റെ ആൻസർ കീ ആണ്. മാമോദീസ സ്വീകരിച്ച് സഭാമക്കളായി തീരുന്ന ഓരോ വ്യക്തിക്ക് ലഭിക്കുന്ന പ്രത്യേക വിളിയാണ് പ്രവാചക ദൗത്യം. ഇരിങ്ങാലക്കുട രൂപത രൂപം കൊണ്ട വർഷം 1978. സഭയിലൂടെയാണ് മിശിഹ നമ്മെ പഠിപ്പിക്കുകയും നയിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്നത്. പെന്തക്കുസ്ത ദിനത്തിലാണ് സഭ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. പാശ്ചാത്യ സന്യാസികളുടെ പാത്രിക്കർസ് എന്നറിയപ്പെടുന്ന ഇറ്റാലിയൻ സന്യാസിയാണ് വിശുദ്ധ ബെനഡിക്റ്റ്. ആരിലൂടെയാണ് മനുഷ്യവംശത്തിന് ദൈവം നൽകിയ രക്ഷയുടെ വാഗ്ദാനം പൂർത്തീകരിക്കപ്പെട്ടത്? ഈശോയിലൂടെ. ഇരിങ്ങാലക്കുട രൂപതയിൽ ദിവ്യകാരുണ്യ കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്ത മെത്രാപ്പൊലിത്ത മാർ ജോർജ് പാനിക്കുളം. ക്രൈസ്തവ ജീവിതത്തിന്റെ ശക്തി കേന്ദ്രം വിശുദ്ധ കുർബാന. അപ്പോസ്തലന്മാരിൽ പ്രധാനി വിശുദ്ധ പത്രോസ്. സന്യാസ ജീവിതത്തിന്റെ പിള്ളത്തൊട്ടിൽ ഈജിപ്ത്. യാക്കോബിന്റെ മക്കൾ ഇസ്രായേൽ. ലോകരക്ഷകൻ ഈശോ. സഭ പങ്കുവയ്ക്കുന്നവരുടെ സമൂഹം. ജെറമിയ പ്രവാചകൻ. പൗലോസ്ലിഹ അന്ത്യോക്യ. സഭ ഉണ്ടായിരിക്കണമെന്ന് ദൈവം എന്തുകൊണ്ടാണ് ആഗ്രഹിക്കുന്നത്? ഉപവാട പുസ്തകം പേജ് നമ്പർ 8. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് എന്തിനാണ്? ചാപ്റ്റർ 1 പേജ് നമ്പർ 14. ദൈവം ഇസ്രായേലിനെ വിമോചിപ്പിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? ചാപ്റ്റർ 6 പേജ് നമ്പർ 40. ആരാണ് പ്രവാചകൻ? പ്രവാചകന്റെ ദൗത്യങ്ങൾ. ചാപ്റ്റർ 8 പേജ് നമ്പർ 51. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ കടമുള്ള തിരുനാളുകൾ ഏതെല്ലാം? നമസ്കാര പുസ്തകം പേജ് നമ്പർ 16. സഭാമക്കളായി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ദാനങ്ങളും വരങ്ങളും എപ്രകാരമാണ് വിനിയോഗിക്കേണ്ടത് എന്ന് വിശുദ്ധരുടെ ഉദാഹരണ സഹിതം എഴുതുക. ചാപ്റ്റർ 5 പേജ് നമ്പർ 36. ആദിമസഭയെ പരിശുദ്ധാത്മാവാണ് നയിച്ചത്. ചാപ്റ്റർ 4 പേജ് നമ്പർ 29. സഭ വിശ്വാസികളുടെ സമൂഹമാണോ എന്ന സഹപാഠിയുടെ സംശയ നിവാരണത്തിന് നിങ്ങൾ നൽകാവുന്ന വ്യക്തമായ മറുപടി സഭ വിശ്വാസികളുടെ സമൂഹം എന്ന പാഠഭാഗം. അത് ചാപ്റ്റർ 3 ആണ്. സഭ വിശ്വാസികളുടെ സമൂഹം പേജ് നമ്പർ 22-24. അതിലെ എല്ലാ ക്വസ്റ്റ്യൻ ആൻസറും നന്നായി പഠിച്ച് ഒരുമിച്ച് എഴുതി അത് സഹപാഠിയുടെ സംശയ നിവാരണമായിട്ട് നൽകാവുന്ന തരത്തിൽ എഴുതണം. ഓക്കെ, താങ്ക് യു.